ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിപ്റ്റോ മലയാളം യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും ക്രിപ്റ്റോ മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും ആദ്യം ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ലോമോസ്റ്റാർ എന്താണ്, ലോമോസ്റ്റാറിൽ നിന്നും ഫ്രീ ആയിട്ട് എങ്ങനെ കോയിൻസ് കളക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ലോമോസ്റ്റാറിൽ ഒരു ട്രേഡിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഈ ലോമോസ്റ്റാറിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന കോയിൻസ് ട്രേഡിങ് വരുന്നതിന് മുൻപ് വിഡ്രോ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓവറായിട്ട് ഇവർ ഫീസ് ഈടാക്കുന്നുണ്ടായിരുന്നു വിഡ്രോ ചെയ്യുമ്പോൾ കോയിൻസ്. ഉദാഹരണത്തിന് ഇവിടെ എൻ്റെ കോയിൻസ് കാണിച്ചു തരാം. ഇതിൻ്റെ ഫീസ് നമുക്ക് നോക്കാം. ഈ കോയിൻസ് നോർമലി വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ള ഫീസ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ ബാലൻസ് ഒക്കെ ഞാൻ വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഐ ലിങ്ക് എന്ന് പറയുന്നൊരു കോയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഐ ലിങ്ക്, അതിൻ്റെ വിഡ്രോ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇതിൻ്റെ വിഡ്രോ നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. സിംഗിൾ വിഡ്രോവൽ എമൗണ്ട് മസ്റ്റ് ബി മോർ ദാൻ 2000. 2000 കോയിനോ അതിൽ കൂടുതലുണ്ടെങ്കിലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 500 കോയിൻ അതിൻ്റെ ടാക്സ് ഫീ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ, ഇത്രയും ആണ്. 500 കോയിൻസാണ് ഇവർ ട്രാൻസാക്ഷൻ്റെ ഫീസായിട്ട് ഈടാക്കുന്നത്. അത് മാത്രമല്ല 2000 കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വിഡ്രോ ചെയ്യില്ല. കാരണം 2000 കോയിൻസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. 500 കോയിൻ ഫീസായിട്ട് അവർ ഈടാക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് ശരിക്കും ഇവരുടെ കോയിൻസ് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോമോസ്റ്റാറിൻ്റെ കോയിൻസിൽ നിന്നൊക്കെ ട്രേഡ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഇത് ഇത്രയും വിഡ്രോവൽ ഫീസൊക്കെ ഇത്രയും ആക്കിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കോയിൻസ് LMCയിലേക്കോ LMC നമുക്ക് മറ്റ് കോയിൻസിലേക്കോ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാം എന്ന് നോക്കാം. ഈ ട്രേഡ് എന്ന ഓപ്ഷൻ, അടിയിലുള്ള ട്രേഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഈ ആരോ നോക്കുക, LMC ടു അതർ ടോക്കൺസ് എന്നുള്ളതാണ് ആരോ കിടക്കുന്നത്. അതർ ടോക്കൺസ് കണ്ടോ. അപ്പോൾ ഈ LMC നമുക്ക് EOS, MGD, റെഡ്, ഇങ്ങനെ ഈ കോയിൻസ് എല്ലാം ആക്കി നമുക്ക് LMC മാറ്റാം. ഓക്കെ. അപ്പം നമുക്ക് വേണ്ടത് LMC അല്ല, നമുക്ക് വേണ്ടത് LMCയിൽ നിന്നും മറ്റു കോയിനിൽ നിന്നും LMC ആക്കി മാറ്റുക. കാരണം നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന കോയിൻസ് ലോമോ കോയിൻ ആക്കിയിട്ട് വേണം, LMC ആക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് ഫീസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതർ ടോക്കൺസ് ടു LMC, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, അതർ ടോക്കൺസ് ടു LMC ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള കോയിൻസ് ഏതാണെന്ന് നോക്കുക. ഇതിൽ എൻ്റെ കയ്യിൽ TRX എൻ്റെ കയ്യിലുണ്ട്, വേറെ കോയിൻസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോൾ അതർ ടോക്കൺസ് ടു LMC ആണ് മുകളിൽ കാണുന്നത്. അപ്പോൾ TRX എന്ന് പറയുന്ന കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് സങ്കല്പിക്കാം. ഇതെങ്ങനെ നമുക്ക് LMCയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കുക. TRX ഒന്ന് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കാണോ, ഇപ്പോൾ ഓരോരുത്തർ വെച്ചിരിക്കുന്ന ഒരു കൊട്ടേഷൻ, അവരുടെ റേറ്റാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. LMC TRX ടു LMC കണ്ടോ, ഇവരുടെ 1.2 കണ്ടോ റേഞ്ച് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് ഏറ്റവും ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് എന്ന് ഉള്ളിടത്തൊന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, എൻ്റെ ബാലൻസ് 31.4 TRX. അപ്പോൾ ഞാനിവിടെ ഈ പേയ്മെൻ്റ് എന്നുള്ള സ്ഥലത്ത് എത്രയാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് LMC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവരുടെ റേഞ്ച് 1 മുതൽ 20 വരെ TRX. കാരണം
1 മുതൽ 20 വരെ TRX ഇവർക്ക് മതി. ഒരു കോയിൻസ് മുതൽ 20 TRX കോയിൻസ് വരെ ഇവർക്ക് മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 20 എന്ന സംഖ്യ അടിച്ചു കൊടുക്കാം. 20 TRX നമ്മൾ കൊടുക്കുമ്പോൾ അവർ നമുക്ക് 23.76 LMC നമുക്ക് തരും. എക്സ്ചേഞ്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ആവുന്നതാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ആദ്യം ട്രേഡിൽ പോവുക. നിങ്ങൾക്ക് ഏത് ടോക്കണാണോ LMCയിലേക്കാണോ മാറ്റേണ്ടത്, LMC ടു അതർ ടോക്കൺസ് ആണോ മാറ്റേണ്ടത്, മുകളിൽ ഒരു ആരോ കാണുന്നുണ്ട്. അപ്പോൾ അതർ ടോക്കൺസ് ടു LMC ആണെങ്കിൽ ഈ ആരോയിൽ പ്രസ് ചെയ്യുക. ഇനി LMC ടു അതർ ടോക്കൺസ് ആണെങ്കിൽ ഈ ആരോയിൽ പ്രസ് ചെയ്യുക. ആരോയിൽ പ്രസ് ചെയ്തിട്ട് കോയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കോയിൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ കോയിൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡ് എൻവലപ്സ് ഓപ്പൺ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടിയ കോയിൻസ് ട്രേഡ് ചെയ്ത് വിഡ്രോ ചെയ്യാം. LMCയിലേക്ക് ട്രേഡ് ചെയ്ത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ഫീസ് മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ LMCയുടെ വിഡ്രോവൽ ഫീസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. LMC വിഡ്രോ കൊടുക്കുക. 5 LMC ആണ് ടാക്സ്. 5 LMC 50 LMC വരെ നമുക്ക് 50 LMC തുടങ്ങി നമുക്ക് വിഡ്രോ ചെയ്യാം. 50 LMC മിനിമം വേണം നമുക്ക്. 25 ആണെങ്കിൽ പറ്റില്ല, 49 ആണെങ്കിലും പറ്റില്ല. 50 LMC വേണം. 50 LMC മുകളിലേക്ക്. അപ്പോൾ 5 LMC ഒരു ഫീസായിട്ട് ഈടാക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് TRX ആണെങ്കിൽ TRXൻ്റെ ചെറിയ ഫീസ് മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ. TRX ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 0.5 TRX ടാക്സ് ഫീ. 10 TRX മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാം. 0.5 TRX അവർ ടാക്സ് ഫീ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇതൊരു വളരെ നല്ല ഓപ്ഷൻ. അപ്പോൾ നമുക്ക് TRXയിലേക്ക് മാറ്റുകയാണെങ്കിലുണ്ടല്ലോ, TRX വിഡ്രോ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫീസേ നമുക്ക് വരുന്നുള്ളൂ ഈ സമയത്ത്. ഇപ്പോഴേ വിഡ്രോ ചെയ്തെടുക്കണം. കാരണം ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് അപ്പായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിലൊക്കെ മാർക്കറ്റ് അപ്പാവും ഉറപ്പായിട്ടും. ആ സമയം അതിന് മുമ്പ് വിഡ്രോ ചെയ്തെടുത്താൽ മാത്രമേ എല്ലാവർക്കും ഫ്രീ കോയിൻസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പൊക്കെ വിഡ്രോ ചെയ്തെടുത്താൽ മാത്രമേ നല്ലൊരു എമൗണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരുപാട് ഫീസ് കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. കോയിൻസിൻ്റെ റേറ്റ് കൂടുന്തോറും ഫീസും അവർ കൂട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് നോട്ടിഫിക്കേഷൻ ഇമെയിലിൽ ലഭിക്കുകയും ദെൻ യൂട്യൂബിലും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വീഡിയോ ഒന്ന് കാണുവാനും അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസ് എയർ ഡ്രോപ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർ നിർത്തിക്കളയും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് നേടാനും കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട്, സുജിത് ഫ്രം ക്രിപ്റ്റോ മലയാളം.